അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താര മുമ്പാകെ എന്നെ എൻ്റെ കുടുംബത്തെയും അമ്മയുടെ സാക്ഷിയായി നിർത്തുവാൻ അനുവദിച്ച അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ആശ, ഇതെൻ്റെ ഹസ്ബൻഡ് രാജു ഉമ്മൻ, ഇത് ഞങ്ങളുടെ മക്കൾ ആദം, അബ്രാം. ഞങ്ങൾ കൊട്ടാരക്കര സെൻറ്റ് മൈക്കിൾ ചർച്ചിൽ നിന്ന് വരുന്നു. 2018 ഞാൻ ആദ്യമായി അമ്മയെപ്പറ്റി സോഷ്യൽ മീഡിയ വഴി കാണുന്നതും ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ടു. ആ സമയത്ത് ഞാനും എൻ്റെ കുടുംബവും വളരെയധികം വിഷമത്തിലൂടെ കടന്നു പോകുന്നൊരു സാഹചര്യമായിരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളാകാത്തതിനെ തുടർന്ന് വെറുതെ ഒരു ചെക്കപ്പിന് ഡോക്ടറിനെ കാണാൻ പോയി. ആദ്യ ചെക്കപ്പിൽ തന്നെ ഡോക്ടർ ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങും ചെയ്തു. ബ്ലഡ് ടെസ്റ്റിൽ AMH ലെവൽ 0യും സ്കാനിങ്ങിൽ 2 ഓവറിയിലും ഓവം ഹെൽത്തിയായിട്ട് ഒരു ഓവമില്ലെന്നും അത് കാരണം ഹെൽത്തിയായിട്ട് എനിക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയില്ലെന്നും ഡോക്ടർ പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ സെക്കൻഡ് ഒപ്പീനിയൻ എന്നോണം വേറെ സ്പെഷ്യലിസ്റ്റിനെ കാണുവാനും അവിടെയും 3-4 മാസം അടുപ്പിച്ച് സ്കാനിങ് ചെയ്യുവാനും ഇടയായി. ഓരോ സ്കാനിങ്ങിലും ഡോക്ടർ ചെല്ലുമ്പോൾ പറയുന്നത് ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല, അതേപടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു IVF ചെയ്യുന്നതാണ് നല്ലത്. അത് ഒരു നോർമൽ IVF ചെയ്യാനും കഴിയില്ല. ഒരു ഡോണർ വഴി വേറൊരു സ്ത്രീയുടെ ഓവം എടുത്ത് എൻ്റെ യൂട്രസിൽ നിക്ഷേപിച്ച് വേണം IVF ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞത്. അതിന് പ്രകാരം അത് കേട്ട് വളരെ വിഷമിച്ചിരിക്കുന്ന സമയങ്ങളിലാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ സാക്ഷ്യങ്ങൾ കാണുകയും അത് എനിക്കിവിടെ വന്ന് നേരിട്ട് ഉടമ്പടി എടുക്കാൻ കഴിയാത്തതിനെ തുടർന്ന് ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇടുകയും ചെയ്യുന്നത്. ആ ക്യാൻഡിൽ റിക്വസ്റ്റ് പ്രെയർ ഇട്ട് ദിവസവും ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥനയിൽ വെച്ച നിയോഗം എന്തെന്ന് വെച്ചാൽ എനിക്ക് കുഞ്ഞുങ്ങളെ തന്ന് അനുഗ്രഹിക്കണമേ അമ്മ മാതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. കൂടാതെ ഉപവാസ പ്രാർത്ഥന വെച്ചു. ഉപവാസ പ്രാർത്ഥന 3 ബുധനാഴ്ച മാതാവിൻ്റെ ദിവസമായ 3 ബുധനാഴ്ചകൾ ഉപവാസ പ്രാർത്ഥന വെച്ച് പ്രാർത്ഥിച്ചു. ആദ്യത്തെ ആഴ്ച കഴിഞ്ഞു, 2ാമത്തെ ബുധനാഴ്ചയും കഴിഞ്ഞു. 3ാമത്തെ ബുധനാഴ്ച ഒരു പരീക്ഷണം എന്ന പോലെ എല്ലാവരും പറഞ്ഞു നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാമെന്ന്. പ്രാർത്ഥനയ്ക്ക് മുമ്പാകെ ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി. അത്ഭുതം എന്ന പോലെ എനിക്ക് പോസിറ്റീവാണ് ഉണ്ടായത്. അതിനുശേഷം പ്രഗ്നൻസിയിലുടനീളം അമ്മ മാതാവും തിരുകുമാരൻ എന്നെ കാത്ത് പരിപാലിച്ചു. ഒരു ഹെൽത്തി ആയിട്ടൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് എത്രയും നോർമലായിട്ട് എനിക്ക് ഇത്രയും പ്രഗ്നൻസി ഡോക്ടേഴ്സിന് നല്ല അത്ഭുതമായി പോയി. ഒരു കോംപ്ലിക്കേഷനും ഇല്ല, എല്ലാം വളരെ നോർമലായിട്ടാണ് അമ്മയും കുഞ്ഞും ഇരുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെ എനിക്കൊരു മോന് തന്നു. അതിനുശേഷം ഞാൻ ആ സമയത്ത് തന്നെ ഹസ്ബൻഡിനടുത്ത് ഞാനും എൻ്റെ മോനും കൂടെ 9ാം മാസത്തിൽ പോയി. ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചത് എനിക്ക് ഒരു കുഞ്ഞിനെ തരണമേ എന്നല്ല, എനിക്ക് കുഞ്ഞുങ്ങളെ തന്ന് അനുഗ്രഹിക്കണമേ എന്നായിരുന്നു. അവിടെ ചെന്ന് 9ാം മാസം കുഞ്ഞിന് 9ാം മാസമുള്ളപ്പം വീണ്ടും പ്രഗ്നൻ്റ് ആവാൻ അമ്മ എന്നെ അനുഗ്രഹിച്ചു. എന്നോട് ഡോക്ടേഴ്സ് പറഞ്ഞത് വേറൊരു സ്ത്രീയിൽ നിന്നും അണ്ടം എടുത്ത് വേണം എനിക്ക് IVF ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞെടുത്ത് നോർമലായിട്ട് അത്ഭുതം എന്ന പോലും 2 കുഞ്ഞുങ്ങളെയാണ് എനിക്ക് എൻ്റെ അമ്മ തന്നത്. 2ഉം വളരെ നോർമലായിട്ട് തന്നെയാണ് കുഞ്ഞുങ്ങളായത്. അതിനുശേഷമാണ് ഞാനും എൻ്റെ കുടുംബവും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. നേരിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാനൊരു GNM നഴ്സായിരുന്നു. അപ്പോൾ 2019 ഞാൻ പോസ്റ്റ് BScക്ക് ചേർന്നു. പക്ഷേ പല കോംപ്ലിക്കേഷൻസ്, കോവിഡ്, പിന്നെ പ്രഗ്നൻസി 2 അടുപ്പിച്ച് വന്നു. ഇതൊക്കെ കാരണം എൻ്റെ എക്സാം എനിക്ക് മുടങ്ങിപ്പോയി. ഞാൻ 2022 പോസ്റ്റ് BSc കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത്. അപ്പം 2022 എൻ്റെ ഹസ്ബൻഡ് ദുബായിലാണ്. ഞാൻ നിയോഗത്തിൽ ഇവിടെ വന്ന് വെച്ചിരുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കൾക്കും ഹസ്ബൻഡിനോടൊപ്പം ജീവിക്കാനുള്ളൊരു അനുഗ്രഹം തരണമെന്നായിരുന്നു. 2022 ദുബായിയുടെ നിയമപ്രകാരം ഒരു നേഴ്സിന് അവിടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീസെൻറ്റ് 2 ഇയർ എക്സ്പീരിയൻസ് വേണം. ഞാനപ്പം പഠിച്ച് പോസ്റ്റ് BSc കഴിഞ്ഞിറങ്ങി എനിക്ക് എക്സ്പീരിയൻസ് 0 അപ്പം ഞാൻ നിയോഗത്തിൽ ആദ്യം വെച്ചിരുന്നത് എനിക്ക് അവിടുത്തെ എൻ്റെ ഹസ്ബൻഡിനോടൊപ്പം പോകാൻ എന്നെ അനുവദിക്കണമെന്നായിരുന്നു. എൻ്റെ മാതാവ് അവിടെ പ്രവർത്തിച്ചു. അവിടുത്തെ നിയമം ഗവൺമെൻറ് മാറ്റി എഴുതി. അവിടെ ഫ്രഷറായിട്ടുള്ളവർക്ക് അവിടെ ചെല്ലുവാൻ, പരീക്ഷ എഴുതുവാൻ, ജോലിക്ക് കയറുവാൻ അമ്മ മാതാവ് അവിടുത്തെ നിയമത്തെ വരുത്തി. ഞാൻ 2ാമത് വെച്ച നിയോഗം എന്ന് വെച്ചാൽ എൻ്റെ DHA എക്സാം ആയിരുന്നു. ഞാനങ്ങനെ DHA എക്സാം ഞാൻ എഴുതാൻ പോയി.
ഉടമ്പടി കാശിരൂപം ഉപ്പ് കയറുന്നതിന് മുമ്പ് ഹോളിൽ വിതറി കാശിരൂപം എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. മൗസിലും എക്സാമിലുടനീളം മൗസിലും കാശിരൂപം വെച്ചു, പ്രാർത്ഥിച്ചു. അത്ഭുതകരമായി ഞാൻ എക്സാം പാസ്സായി. അതിനുശേഷം എൻ്റെ ഉടമ്പടി നിയോഗം എന്നുള്ളത് എനിക്ക് അവിടെ ഒരു ജോലി കിട്ടുക എന്നുള്ളതാണ്. അവിടെ ഫ്രഷർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞു അവിടെ ജോലി കിട്ടാൻ ഭയങ്കര പാടാണ് ഫ്രഷർ ആയതുകൊണ്ട്. ഞാൻ ഉടമ്പടിയിൽ വെച്ചു എനിക്ക് ദുബായിലൊരു ജോലി തന്ന് അനുഗ്രഹിക്കണമെന്ന് എൻ്റെ മാതാവ് ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് അവിടെ പോകുവാനും അവിടെ പോയി ജോലി നോക്കി എനിക്ക് ജോലി അത്ഭുതകരമായി ഒട്ടും പാടില്ലാതെ തന്നെ നല്ലൊരു സാലറി പാക്കേജിൽ എനിക്ക് അവിടെ ജോലി ലഭിച്ചു. പിന്നീട് എൻ്റെ ഉടമ്പടി നിയോഗം എൻ്റെ മക്കൾക്ക് അവിടെ സ്കൂളിലെല്ലാം ചേർക്കുവാനുള്ള കൃപ തരണേന്നായിരുന്നു. അതും അമ്മ മാതാവ് സാധിച്ചു വന്നു. എൻ്റെ 2 കുഞ്ഞുങ്ങളെയും അവിടെ സ്കൂളിൽ ചേർത്തു. അവർ 2 പേരും അവിടെ പഠിക്കുകയാണ്. ഞങ്ങളിപ്പം വെക്കേഷൻ വന്നതാണ്. അതിനുശേഷം എൻ്റെ നിയോഗം കുടുംബത്തിൽ സമാധാനം തരണമെന്നുള്ളതായിരുന്നു. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഹസ്ബൻഡിന് ഫാമിലിയുമായിട്ടുണ്ടായിരുന്നു. അമ്മ മാതാവിൻ്റെ കൃപയാൽ അതെല്ലാം മാറി ഇപ്പോൾ വളരെ സന്തോഷത്തോടെ കുടുംബം നന്നായി പോകുന്നു. ഇത്രയധികം അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നതിനെ ഓർത്ത് അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ഇവിടെ നാട്ടിലായിരിക്കുമ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയി പത്രങ്ങൾ കൊടുക്കുകയും പിന്നെ ഞാൻ കുറച്ച് പേരെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുക്കുവാനും പിന്നെ രോഗികൾക്ക് ഇപ്പോഴും ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. രോഗികളായിട്ടുള്ളവർക്ക് ധനസഹായം എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദി. ലൂക്ക 1:49 ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ആശ തോമസ് എന്ന ഈ സഹോദരി തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളെ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ച് ഈ നാളുകളിൽ പ്രാർത്ഥിക്കുകയും ലൈറ്റ് ക്യാൻഡിൽ പ്രേയറിലൂടെയും തീർത്ഥാടക ഉടമ്പടിയിലൂടെയും ലഭിച്ച അനുഗ്രഹങ്ങളെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആദ്യം വിവാഹശേഷം 4 വർഷമായിട്ടും മക്കളില്ലാതിരുന്ന സഹോദരിക്ക് അത് IVF-ലൂടെ മാത്രമേ ലഭിക്കൂ, അത് മറ്റൊരു സ്ത്രീയുടെ അണ്ഡം എടുത്തുകൊണ്ട് മാത്രമേ ലഭിക്കൂവെന്ന് വൈദ്യശാസ്ത്രവും ഡോക്ടർമാരും ആവർത്തിച്ച് പറയുമ്പോഴും ലൈറ്റ് ക്യാൻഡിൽ പ്രേയറിട്ട് പരിശുദ്ധമ്മയിൽ ശരണപ്പെട്ട് നിരന്തരം പ്രാർത്ഥിക്കുകയും കണ്ണീരോടെ തൻ്റെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിച്ച് മകൾ അപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ നോർമലായി 2 മക്കളെ നൽകി അമ്മ മാതാവിനുടെ ഈശോ അനുഗ്രഹിച്ചതിനെയാണ് മകൾ ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. രണ്ടാമത്തത് ദുബായിൽ ജോലിക്ക് വേണ്ടിയുള്ള നേഴ്സായി ജോലിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ അവിടുത്തെ നിയമമനുസരിച്ച് മകൾക്ക് അവിടെ അത് ജോലിയിൽ പ്രവേശിക്കുവാനുള്ള വലിയ തടസ്സങ്ങൾ വന്ന സാഹചര്യത്തിലും പരിശുദ്ധമ്മയിൽ പൂർണ്ണമായി സമർപ്പിച്ച് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും അവിടെ നിയമങ്ങൾ മാറ്റി എഴുതിക്കൊണ്ട് മകൾക്ക് അവിടെ ജോലിയിൽ പ്രവേശിക്കുവാനും കുടുംബം ഒരുമിച്ച് ജീവിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിക്കിട്ടിയതിനെയാണ് മകൾ വീണ്ടും സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, അസാധ്യമെന്ന് കരുതുന്നതൊക്കെയും പരിശുദ്ധമ്മ മാതാവിലൂടെ സാധ്യമാക്കി കൊടുക്കുന്നുവെന്നതാണ് പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രത്യേകതയായി കൃപാസനത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ മാതാവിൻ്റെ ഒത്തിരി തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ടെങ്കിലും കൃപാസനത്തിൻ്റെ സവിശേഷത അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹത്താൽ ഏതൊരു നിയോഗത്തെയും അത് അസാധ്യമെന്ന് വൈദ്യശാസ്ത്രം പറയുന്നതോ ജീവിതത്തിൽ നടക്കില്ലെന്ന് നമ്മൾ തന്നെ അവസാന വാക്ക് എഴുതി വയ്ക്കുന്നതോ ആയ ഏതൊരു വിഷയത്തെയും അമ്മ ഏറ്റെടുക്കുകയും അനുഗ്രഹിക്കുകയും തിരുക്കുമാരൻ്റെ സവിശേഷമായ സംരക്ഷണയാൽ തിരുക്കുമാരനോട് കാനായിൽ പറഞ്ഞ് അവിടുത്തെ അസാധ്യതയെ സാധ്യതയാക്കിയതുപോലെ തന്നെ വിവാഹ വിരുന്നിനെ സന്തോഷത്തിനുള്ള ഒരു കുടുംബത്തിൻ്റെ അഭിമാനത്തിനുള്ള അവസരമാക്കിയതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിനെ നമ്മുടെ കുടുംബത്തിന് ഒരിക്കലും അഭിമാനക്ഷതമുണ്ടാക്കുവാൻ മാതാവ് കാരണമാവില്ല. എന്നും അഭിമാനം ഉയർത്തും വിധം നമ്മുടെ ഇല്ലായ്മകളിൽ നമുക്ക് സാധ്യതകൾ നഷ്ടപ്പെടുമ്പോൾ അമ്മ മാതാവ് അമ്മയുടെ കൃപയാൽ നമുക്കത് നേടിത്തരുന്നു. അതാണ് ജോലിയിലൂടെയും മക്കളിലൂടെയും ഈ കുടുംബത്തെ സംരക്ഷിച്ചതിൻ്റെ സാക്ഷ്യത്തെ ഇവർ പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.